ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് നോക്കാൻ പോണത്. ഹോം സയൻസിൽ ബി മൊഡ്യൂളിൽ ലാസ്റ്റ് ചാപ്റ്റർ എംബ്രോയ്ഡറി സ്റ്റിച്ചസ്, എംബ്രോയ്ഡറി തുന്നലുകൾ, എംബ്രോയ്ഡറി സ്റ്റിച്ചസ്. അപ്പോൾ നമ്മൾ വസ്ത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഡിസൈൻ കണ്ടു, കളർ കണ്ടു. നമുക്കിനി നോക്കാനുള്ളത് എംബ്രോയ്ഡറി ആണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്ററും ഈ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്കിവിടെ കഴിയാണ്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, 1-2 ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ പല ടൈപ്പ് സ്റ്റിച്ചുകൾ, എംബ്രോയ്ഡറി അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത്. അത് നിങ്ങളൊന്ന് പേരടക്കമൊന്ന് പഠിച്ച് വയ്ക്കുകയും കൂടെ വേണം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എന്താണ്? ഒന്നാമത്തെ ഒരു കാര്യമാണ് എന്ത്? ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് തുന്നലാണ്. അതായത് സൂചിയും നൂലും ആ തുണിയുടെ ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ട് നമ്മളിങ്ങനെ ഇടത്തോട്ട് തുന്നുക. നോർമലി നമ്മൾ തുന്നാറില്ലേ, കൈത്തുന്ന് തുന്നില്ലേ, അതിനാണ് എന്ത് പറയുക? ബാക്ക് സ്റ്റിച്ച് എന്ന് പറയാം. ഇനി അതല്ലാതെ യൂസ് ചെയ്യണ പലതരം സ്റ്റിച്ചുകൾ, ബേസിക് സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വലിയ മാർക്കിനൊക്കെ ഇതുപോലെ ചോദിക്കാട്ടോ. ഡിസൈനിൻ്റെ പാഠത്തിലും ഇതുപോലെ ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ടൈപ്സ് ഓഫ് ഡിസൈൻസ് അല്ലെങ്കിൽ ഡിസൈൻ തിരഞ്ഞെടുക്കുമ്പോൾ കാര്യങ്ങൾ എന്നൊക്കെ പറയണില്ലേ, അതേപോലെ തന്നെ കളേഴ്സ് ചോദിക്കണില്ലേ, പ്രൈമറി കളേഴ്സൊക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതേപോലെ തന്നെ വരാവുന്നതാണ് എന്ത്? ബേസിക് സ്റ്റിച്ചസ്. വലിയ മാർക്കിന് തന്നെ ചോദിക്കാം. അതിലൊന്നാമത്തത് സ്റ്റെം സ്റ്റിച്ച്. സ്റ്റെം സ്റ്റിച്ച് ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. ഇലയുടെ അരികുകൾ തയ്ക്കാനും ഞരമ്പുകൾ തയ്ക്കാനും, അതായത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു ഇലയുടെ ഷേപ്പ് തുന്നിയെടുക്കില്ലേ, നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ്? ഒരു ഔട്ട്ലൈൻ പോലെ മാത്രമാണ് നമുക്കത് തുന്നി കാണുള്ളൂ. അതിൻ്റെ ഉള്ളൊക്കെ എന്താണ്? പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയാം. ഇനി സാറ്റിൻ സ്റ്റിച്ച്. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇല ഔട്ട്ലൈനൊന്നും കൊടുക്കില്ല. ഇപ്പോൾ ഇലയുടെ ഒരു ഷേപ്പ് നമ്മളിവിടെ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇല താഴെ നിന്ന് ഇങ്ങനെ വീതി കുറഞ്ഞ് നടുക്കിൽ ഇങ്ങനെ വീതി കൂടി മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറവാണ് വരുന്നത്. അപ്പോൾ വീതി കുറവുള്ളിടത്ത് ഇങ്ങനെ നീളം കുറച്ച് നടുക്കെത്തുമ്പോൾ നീളം കൂട്ടി അങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു നൂല് കൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്തൊരു ഇല പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റിച്ചിനാണ് എന്ത് പറയുക? സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയാം. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് കട്ടിയുള്ളതും ഷെയ്ഡുള്ളതുമായിട്ടുള്ള നിറങ്ങൾ തയ്ക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. നീളം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള തുന്നലുകൾ ഒന്നിടവിട്ട് ആവർത്തിക്കാം. ഒന്ന് നീളം കൂട്ടി തുന്നുക, പിന്നെ നീളം കുറച്ച് തുന്നുക, നീളം കൂട്ടി തുന്നുക, നീളം കുറച്ച് തുന്നുക, അങ്ങനെയുള്ള തുന്നലുകളെയാണ് എന്ത് പറയുക? ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയാം. ഇനിയുള്ളത് ഡാർവിങ് സ്റ്റിച്ച്. ഡാർവിങ് സ്റ്റിച്ചും എന്തുതന്നെയാണ്? ഒരു തരം ഫില്ലിങ് സ്റ്റിച്ചാണ്. നമ്മൾ നേരത്തെ സാറ്റിൻ സ്റ്റിച്ച് പറഞ്ഞ പോലത്തെ ഫില്ലിങ് സ്റ്റിച്ചാണ്. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻവശത്ത് മാത്രമാണ് ഇവിടെ പ്ലോട്ടുകൾ കാണാം. മറ്റേതിൽ സാറ്റിൻ സ്റ്റിച്ചിൽ എങ്ങനെയാണ്? ബാക്കിലും നമുക്കിത് കാണാൻ പറ്റും. ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നൂല് ബാക്കിൽ നിന്ന് വരും. ഇതിൽ ഡാർവിൻ സ്റ്റിച്ചിൽ എങ്ങനെയാണ്? മുൻവശത്ത് മാത്രമാണ് നമുക്കിങ്ങനെ ഫില്ലിങ് കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്താണെന്ത്? ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ മീൻ മുള്ളു പോലത്തെ ഒരു സ്റ്റിച്ച്, അങ്ങനെയാണ് അതിന് വിശേഷിപ്പിക്കുന്നത്. താഴെ വരിയിലൂടെ സൂചി മുകളിൽ കൊണ്ടുവരിക. അത് തുന്നണ രീതിയൊക്കെ ഇവിടെ പറഞ്ഞിട്ടാ. കൊണ്ടുവരിക, വരിയിൽ കുറച്ച് മാറി ചെറിയ തുന്നലെടുക്കുക, പിന്നീട് താഴെ വരിയിൽ ചെറിയ തുന്നലെടുക്കുക. താഴത്തെയും മുകളിലത്തെയും നൂലുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു. അതായത് തുന്നി വരുമ്പോൾ എന്താണ്? ഏകദേശം ഇങ്ങനെ പണ്ടത്തെ ആൻറ്റീന പോലെ അല്ലെങ്കിൽ മീൻമുള്ളൊക്കെ പോലെ തോന്നും. ഫുള്ള് ഫില്ലിങ്ങും ഇല്ല, എന്നാൽ ഒരു ഔട്ട്ലൈനും അല്ലാത്തൊരു അവസ്ഥ. ഇനിയുള്ളത് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തുന്നി ബട്ടൺ കണ്ടിട്ടില്ലേ, ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺ. അപ്പോൾ അതെങ്ങനെ തുന്നണത്? ഒരു ഹോളുണ്ടാവും, ബട്ടൺ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. തുന്നൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ കാണില്ല. അപ്പോൾ അതേപോലെ തുന്നിയെടുക്കുക. അല്ലെങ്കിൽ കുഞ്ഞു തുന്നലുകൾ മാത്രമായിട്ട് കാണിക്കുക. അതിനെയാണെന്ന് പറയുക ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയാം. ഇനിയുള്ളത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതിനോട് സാമ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പിളിയുടെയൊക്കെ അരികുകൾ തുന്നാനാണ് സഹായിക്കുന്നത്. ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറഞ്ഞാലേ നമ്മളിങ്ങനെ സൈഡ് മടക്കിയിട്ടേ അരികു മടക്കിയിട്ട് നമ്മളിങ്ങനെ തുന്നുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ഓരോരോ ഓട്ടയല്ല, ഒരു കുഞ്ഞ് കുത്തു പോലെ ആയിട്ട് തോന്നും.
അങ്ങനെയുള്ള ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, പക്ഷേ കമ്പിളിയുടെ അരികുകൾ തുന്നാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. എന്നത് ക്രോസ് സ്റ്റിച്ച്, ഇങ്ങനെ എക്സ് പോലെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ എക്സ് പോലെ ക്രോസ് ചെയ്ത് തുന്നാം. പിന്നുള്ളത് ഫ്രഞ്ച് നോട്ട്. ഫ്രഞ്ച് നോട്ട് എന്ന് പറയുമ്പോൾ ഇരട്ട നൂലിട്ട് തയ്ക്കാം. ഇരട്ട നൂല്, 2 നൂലിട്ടിട്ട് തയ്ച്ച് വരുന്ന പോലത്തെ ഒരു ടൈപ്പാണ് ഇത് ഫ്രഞ്ച് നോട്ട്. ഇങ്ങനെ 10 ടൈപ്പ് സ്റ്റിച്ചസ് ആണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ 10 ടൈപ്പ് നമ്മൾ ഒരുമിച്ച് പഠിക്കുക. ഓരോന്നൊക്കെ ആയിട്ട് മേ ബി ചോദിക്കാം, അല്ലെങ്കിൽ വലിയ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളതൊക്കെ നിങ്ങൾ എഴുതുക, എല്ലാതും പഠിക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു എംബ്രോയിഡറി ഫിനിഷ് ചെയ്യേണ്ടത്? നമ്മുടെ എംബ്രോയിഡറി നമ്മൾ തുന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഫിനിഷ് ചെയ്യണം? എംബ്രോയിഡറി കഴിയുമ്പോൾ വലിയ ഒരു കെട്ടിടം അത് അവസാനിപ്പിക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോവും. നമ്മൾ തുന്നി വരുന്ന മുൻഭാഗം പോലെ തന്നെ ബാക്ക് സൈഡും എന്ത് വേണം, ഭംഗിയായിട്ട് ഇരിക്കണം. പുറകിലുള്ള നൂലുകൾ, അധിക നൂലുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം. എന്തെങ്കിലും അഴുക്കോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകുകയോ ഡ്രൈ വാഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. ആ തുണി പശ മുക്കി നന്നായിട്ട് ഇസ്തിരി ഇടണം. അരികുകൾക്കെല്ലാം നല്ല ഫിനിഷിങ് കൊടുക്കണം. തുണി വളരെ ഹെവിയായ എംബ്രോയിഡറി ചെയ്താണെങ്കിൽ മടക്കിയതിന് ശേഷം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കണം. ഇതൊക്കെയാണ് എംബ്രോയിഡറിയുടെ ഫിനിഷിങ് വരുന്നത്. ആക്ച്വലി നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിച്ചും ഇതിൻ്റെ ഫിനിഷിങ്ങും മാത്രമാണ് മെയിൻലി നോക്കാനുള്ളത്. ഇതോടും കൂടെ കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ഈ ചാപ്റ്ററും കഴിഞ്ഞു, ഹോം സയൻസും കഴിഞ്ഞു. അപ്പോൾ എല്ലാതും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിക്കാമെന്ന് പറയുമ്പോൾ ഡെഫിനിഷൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയിൻറ്റ്സ് പഠിക്കുക. ഉള്ളിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് എഴുതാം. പിന്നെ എല്ലാം നന്നായിട്ട് വായിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. ഇതോടുകൂടി ഹോം സയൻസ് കഴിഞ്ഞു. താങ്ക് യു.